சார் தண்ணி கொண்டாருவா? தண்ணியோ? இப்ப வேண்டாம். ഞാൻ രാവിലെ തണ്ണി അടിക്കാറില്ല. തണ്ണി அந்த தண்ணி இல்ல சார், குடிக்கிற தண்ணி, ட்ரிங்கிங் வாட்டர். സാധാ തണ്ണിയാ ഞാൻ നനച്ചേ. ഓ കൊണ്ടുവാ കൊണ്ടുവാ. സ്വിമ്മിംഗ് പൂൾ. ടെലിഫോൺ മോണി ഫോൺ ചിരിപ്പോ നിൽക്കുമ്പോൾ അയ്യോ ഇവൻ ലേറ്റസ്റ്റ് സെല്ലുലാർ ഫോണാ തൊണ്ടി വിളை ഇവനങ്കം പടയത്തല്ല വിളിക്കട്ടെ വിളിക്കട്ടെ. என்ன சார் ஷாக் அடிச்சிருச்சா? அங்க சுடு தண்ணின்னு சொல்லல, வெந்து போச்சு. என்ன ரெட் டாப் தந்தா ஹாட் வாட்டரும் தெரியாதா? நீ 5 ஸ்டார் ரோட்ல தங்கனதே இல்லையா? இறங்கி போடு. ஷட் அப். இறங்கி போடு. நீ கூப்பிட்டா நான் தான் வரணும், ஜாக்கிரதை. ஐயோ No, I didn't see the papers. You check it and forward it immediately. One thing, Mr. Kuppasamy, நீங்க ஒரு காரியம் பண்ணுங்க. Tell your subordinates to be alert always. Okay? Thank you. May I come in, sir? Yes, come in. வணக்கங்க. வணக்கம். யாரு? என்ன வேணும்? நான் யாருமே அல்லை. தங்கி இருக்கு இங்கே. ரூம் நம்பர் 301. தமிழ் നന്നായിട്ട് தெரியாது. കേരള മലേഷ്യ മലേഷ്യ മലയാളി. മലയാളിയാ? ആമാ. ഞാനും മലയാളി താ. ആണോ? ഓ, ഇത്രയും വലിയൊരു ഹോട്ടൽ ഒരു മലയാളിയുടേതാണെന്നോ? ആമാ. എവിടെ? ഉட்காருங்க. 40 വർഷത്തേക്ക് മുന്നാടി. ആമാ, ഞാൻ കേരളം വിട്ടതാ. പിന്നെ ഉഴച്ച് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി. ഉഴൈപ്പാളി. യു ആർ കറക്റ്റ്. ഞാനും 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ടതാണ്, മലയായിലേക്ക്. ഓഹോ, അവിടെ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ നേരം കിട്ടുന്നില്ല. പുരിയല്ലേ? ആമാ, ആർക്കും ഒന്നും പുരിയില്ല. ഞാൻ എൻ്റെ കഥ ചുരുക്കി പറയാം സർ. എൻ്റെ പേര് ആനന്ദ്. വർഷങ്ങൾക്ക് മുമ്പ് കോവളം കടപ്പുറത്ത് ഞാൻ കടല വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഒരു സായിപ്പ് എൻ്റെ അടുത്ത് വന്നു. എന്നെ നോക്കി, ഞാനും നോക്കി. ഞാൻ അയാൾക്ക് കടല കൊടുത്തു. കാശ് വാങ്ങിയില്ല. വിദേശികൾ ഞങ്ങളുടെ അതിഥികളാണ്, കാശ് വാങ്ങാൻ പാടില്ലെന്ന് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞൊപ്പിച്ചു. സായിപ്പിന് എന്നെ അങ്ങ് പിടിച്ചു. പിന്നെയും 3-4 ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ആരുമില്ലാത്ത ഒരു അനാഥനാണ് ഞാനെന്നറിഞ്ഞപ്പോൾ സായിപ്പിന്റെ കണ്ണ് നിറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് എന്നെ അങ്ങ് മലയിലേക്ക് കൊണ്ടുപോയി. ഓഹോ, എന്നിട്ട്? ആ ബർക്കലി സായിപ്പ് മകനെ പോലെ എന്നെ വളർത്തി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു അനാഥനാണെന്ന്. ആയിരക്കണക്കിന് തേയിലത്തോട്ടങ്ങൾ, കെട്ടിടങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ. ഒടുവിൽ ക്യാൻസർ പിടിപെട്ട് എന്റെ ബർക്കലി സായിപ്പ് മരിച്ചുപോയി സർ. അഴാതെയാണ്, അഴാതെ. ആരായാലും അഴുതു പോകും. മരിക്കുന്നതിന് 10 മിനിറ്റിന് മുമ്പ് അദ്ദേഹം സ്വത്തുക്കളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മകനെ, ഈ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതല്ല. ലോകത്തുള്ള എല്ലാ അനാഥർക്കും നീ ഇത് വിതരണം ചെയ്യുന്നു. അങ്ങനെ അനാഥരുടെ കണ്ണീരൊപ്പുന്നു. അന്നു മുതൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ അനാഥരുടെയും കണ്ണീര് ഞാൻ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഈ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. സാർ എന്നെ ഒന്ന് സഹായിക്കണം അനാഥരെ കണ്ടെത്താൻ. എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ സാർ. മിസ്റ്റർ ആനന്ദ്, ഇതാണ് നമ്പിക്കൈ. உங்களுக்கு വേണമെങ്കിൽ ആ സായിപ്പിന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിക്കായിരുന്നു. யாரு ചോദിക്കാൻ? பட் நீங்க பெரிய மனிதன் தான். நான் காட்டி கொடுக்கிறேன். இங்க உள்ள அத்தனை அனாதை பசங்களை நான் காட்டி கொடுக்கிறேன். தேங்க்யூ சார். என்ன தம்பி இது?
கேது, சுக்கிரன், பலவிதமான சனி இருக்கு. இப்போ உங்களுக்கு மங்கு சனி. மங்கு சனி வந்தா நாயா அலையணும், புரியலையா? பட்டியா அலையணும். உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம், கோட்டீஸ்வரன் வாழ்க்கை அவனுக்கு இப்ப கிடைச்சிருக்கும். அந்த ஆள் இப்ப எங்க உണ്ടെന്ന് പറയുങ്കോ? இந்த ஊர்லயே உண்டு. എങ്കെ? அத சொல்றதுக்கு இன்னும் 50 ரூபாய் கொடுங்க. ആളെ കിട്ടിയാൽ എത്ര വേണേലും തരാം. ആ നയവഞ്ചകനെ കൊന്നു കുഴിച്ചു മൂടും. അവൻ എവിടെയുണ്ടെന്ന് പറയുങ്കോ? 50 ரூபாய் கொடுக்காம நான் சொல்ல மாட்டேன். ഉള്ള ചില്ലറ എല്ലാം പെറുക്കി തന്നില്ലടോ, പിന്നെ എവിടുന്ന് 50? அப்ப போங்கோ. சொல்லடோ. போய் அவன் பாட்டுக்கு. எங்க இந்த காசுக்குதா? கொன்னுடு வர ராஸ்கல். ஊரை விட்டு ஊரை வந்து திமிரா காட்டுற, உடந்துடுவாமா அவனை. ஓடுறது ஓடுறானா? கடவுள் மனிதனாக பிறக்க வேண்டும். കണ്ണദാസന്റെ ഒരു പാട്ടുണ്ട്, ഭയങ്കര പാട്ടാണ്. അത് മുഴുക്ക തത്വമാണ്. മനിതനായി പിറന്നാലേ കടവുളിന് മനസ്സിലാവൂ இந்த உலகத்தை பற்றி. கரையாதிരിക്കും ആനന്ദ്. നമുക്ക് என்ன பண்ண முடியும்? எல்லாமே അവൻ തീർന്നു. എന്നാൽ സർ, പ്ലീസ് മിസ്റ്റർ ആനന്ദ്. ആനന്ദ് കരഞ്ഞ നാനും കരഞ്ഞു പോകും. സോറി സർ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആനന്ദ്. ഒരു 5 മിനിറ്റ് എന്റെ വീട്ടിലൊന്ന് കയറണം. താങ്കളുടെ പുണ്യപാദം എൻ വീട്ടിൽ പതിയട്ടോ. உள்ளவாங்க. அம்மா லட்சுமி, இது மிஸ் ஆனந்த். நம்ம ஹோட்டலில் தங்கி இருக்க. மத்தியானம் சாப்பாடு வேணும். വണക്കം അമ്മ. വണക്കം. ഇവക്ക് നന്നായി മലയാളം പേശാൻ അറിയാം. ഇദ്ദേഹം മലയാളിയാണോ? ആമാ. ഉക്കാർ തമ്പി. താങ്ക് യു. ആമാ. சாப்பாடு பிரமாதமா இருக்கணும். அவர் யாரும் தெரியுமா? கடவுள். എന്ത് കടവുള്? எந்த கடவுள் அல்ல, கடவுள். இக்காலத்து இந்த மாதிரி மனிதന്മാരെ பார்க்கிறது ரொம்ப பிரயாசம். விவரமா அப்புறம் சொல்றேன். ഒന്നുകിൽ നിങ്ങൾ മലയാളം പറ, അല്ലെങ്കിൽ തമിഴ് പറ. രണ്ട് ഭാഷ ഇങ്ങനിട്ട് കൊല്ലാതെ. உனக்கு தெரியல, எனக்கு மலையாளம் வர்றது ரொம்ப கஷ்டம். வந்து நான் ட்ரை பண்ணல. சீக்கிரம் சாப்பாடு ரெடி பண்ணு. செல்ல. மிஸ் ஆனந்த், வாங்க என் ரூமுக்கு போகலாம். அது இடு. வாங்க. உட்காரு. ഇതെന്താ സാർ, പിയാനോ? பாருங்க கண்ணா. யூ வாண்ட் எ பெக்? ശിവശിവ, എനിക്കിതൊക്കെ കാണുന്നതിനെ വെറുപ്പാ. സോറി, ഞാൻ നനച്ച സായിപ്പിനോട് ജീവിച്ച ആളാവുമ്പോ. സോറി, സാറിന് തെറ്റി. മലയാളി വെച്ച് മദ്യഷാപ്പ് നടത്തിയ 3 പേരെ തല്ലിയവനാ എന്റെ ബർക്കിലി സാഹിബ്. ഓഹോ, മദ്യവിരുദ്ധ പ്രക്ഷോഭണം നടത്തി അവിടെ ജയിലിൽ കിടന്നവനായി ഞാൻ. മன்னிச்சிருங்க. ഇറ്റ്സ് ഓൾ റൈറ്റ്. நானும் വലിയ മദ്യവിരോധിയായിരുന്നു. பட் 3 வருஷத்துக்கு முன்னாடி நான் ஸ்டார்ட் பண்ணியாச்சு. എന്താ, ഹോട്ടലോ? அல்ல, தண்ணி அடி. ഓഹോ. எனக்காக ഒരു മകളേ ഉള്ളൂ. അവളാണ് ഇപ്പോ എന്റെ നെഞ്ചത്തെ കിള്ളിക്കിള്ളി എടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ പേശുങ്കോ? ഓ സോറി. 3 വർഷം മുമ്പ് അവിടെ കല്യാണം നിശ്ചയിച്ചതാ. ഒരു ആക്സിഡന്റ്. അവൾ ഓടിച്ച മാരുതി ഒരു ലോറിയിലിടിച്ചു. ഓഹോ. കാല് തളർന്നുപോയി. കല്യാണ പയ്യൻ കല്യാണം പണ്ണാമേ പോയിട്ടേ ആനന്ദ്. അപ്പടിയാ? സാർ എന്നോട് പറഞ്ഞു അഴുകാതെ എന്ന്. ഞാനിപ്പോ സാറിനോട് പറയുന്നു അഴുകാതെ. സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ കാണണം. വരൂ, കാണാം. ആനന്ദ്, ഇതാണ് എൻ ഡോട്ടർ. അച്ഛൻ എപ്പോഴാ വന്നേ? ഇപ്പത്താ. ഞാൻ ഇവരെ ഉനക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ ആനന്ദ്, അനാഥന. മലേഷ്യയിലെ ഒരു അനാഥൻ. ആമാമാ, ഇപ്പൊ അനാഥർക്ക് 25,000 രൂപ പണത്തെ കൊടുത്തിട്ട് വന്നിട്ടെ. അവിടെയുള്ള അനാഥ പസങ്ങളെ പാത്തപ്പോ എനിക്ക് ഉന്നപ്പത്തി ഞാവും വന്ന് പാപ്പാ.
கடவுள் எதுக்கு பாப்பா இந்த மாதிரி ஒரு விதி உனக்கு தந்தது? സാർ ഇനി വന്നേ, ഒരു കാര്യം പറയട്ടെ. ஆனந்த், என் பாப்பாவை பாரு. സാർ, ഡോണ്ട് ബി ഇമോഷണൽ പ്ലീസ്. വന്നേ. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ஏன்? ഉണ്ടോ ഇല്ലയോ അത് പറയൂ. இல்ல. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞാൻ പഠിച്ച മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ കാണിച്ച് ഭയങ്കര തെറ്റാ. ആ കൊച്ചാണേലും സ്വതേ ദുർബല, അതിനെ ഗർഭിണിയും കൂടെ ആക്കിയാൽ എന്ത് ചെയ്യും? ஏன்? என்ன சொல்ற? ഒരു എക്സാമ്പിൾ സൊല്ലേൻ. ஓ, സാർ, സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും. പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും. അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. ஐயோ, എന്തയ്യോ? ഞാൻ തനിച്ച് എന്ന് ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. സാർ റോഡിലോട്ട് നോക്കിയിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ലല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച്? അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. ശല്യപ്പെടുത്തിയല്ല, ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. അതിനെന്താ? പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരുത്തൻ ഉപദേശിക്കുന്ന എന്തിനെന്ന് തോന്നരുത്. മുറിക്കകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കരുത്. എനിക്കതാണ് ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ മാറ്റണം, എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയില്ലായിരിക്കും. അതല്ല, പിന്നെ? പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഓഹോ, എങ്ങനെയുള്ള പുസ്തകങ്ങൾ? കവിതയൊക്കെ എനിക്കിഷ്ടാ. തന്നെയോ? എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരാണെന്ന്. കവിത എന്റെയും ജീവനാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയായിൽ ഭയങ്കര മഴയാണ്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ്, കവിത. ഇരുൾ മേഘങ്ങൾ, വെള്ളിടികൾ, പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ. ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ്. എന്റെ കവിത വായിച്ച് ബെർക്കലി സാഹിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ദയനീയം. ജീവിതമാമൻ നൗക പ്രക്ഷുബ്ധ സാഗരത്തിൽ ആടിയുലയവേ വന്നു മനഃശാന്തിയേകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണക്കയേ നീയൂ. മിസ്റ്റർ ആനന്ദിന് സാപ്പാട് പിടിച്ചില്ലേ? വളരെയധികം പിടിച്ചു. എന്നിട്ടെന്താ സാപ്പിടാത്തത്? സാപ്പിടും. കവികൾ പൊതുവെ ഭക്ഷണപ്രിയരല്ലല്ലോ. ഒരു ചായയും 2 ബീഡിക്കുറ്റിയും, അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ വീടിക്കുട്ടിയോ? കുട്ടിയല്ല, കുറ്റി, ബീഡിക്കുറ്റി. ഫോൺ ഫോൺ. മുളക്. ഹലോ, യെസ്, എംഡി പുരുഷോത്തമ ഹിയർ. ஆ மானேரா, என்ன குப்புசாமி? யாரு? திலக்கனா? அவன் அப்படி சொல்லியாச்சா? சே, அந்த ஏமாளி பசங்க அவனுக்கு பார்ட்டி கிட்டிலாம் கொடுத்துட்டு கடைசியில் இப்படி ஆச்சா? 2 லட்சம் தானே கொடுக்கணும். அதுக்கு என்ன கொடுக்கலாமே? ஏ குப்புசாமி, அவன் தண்டால வெயிட் பண்ண சொல்லு. ஏ புறம்போக்கு, நான் சொன்ன சொல்லு. முடியாது, அடுத்த வாரம் தான் கொடுக்க முடியும். என்ன வெள்ளம் பண்ண சொல்லு. இடியட். ஏய் நின்னே இல்லப்பா அந்த திருட்டு பையல. போன் கட் பண்ணு. അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ പുതിയൊരു അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ്. அப்படியா? ആമാം, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം. ഞാൻ ചീഫ് ഗസ്റ്റും. 6 ലക്ഷം രൂപ അന്ന് അവിടെ കൊടുക്കണം. எதுக்கு? എതുക്കോ? സംഭാവനയാണ് സർ. ஐயோ, അയ്യോ അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു.
ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ് വന്ന് ബാങ്ക് മാനേജർ, ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ലക്ഷം ഞാൻ തരാം. അയ്യോ അത് വേണ്ട. നോക്കൂ സാർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഹൈദരാബാദിൽ 6 ലക്ഷം ചുമ്മാ റൂമിലിരിക്കുകയല്ലേ. അതിൽ നിന്ന് 2 ലക്ഷം എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ അത് വേണ്ട മിസ്റ്റർ ആനന്ദ്. പ്ലീസ് സാർ, അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2 ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല അത് ഡോണ്ട് സേ നോ പ്ലീസ്. ശ്ശേ. പ്ലീസ് സാർ. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓഹ് ഐ ആം സോറി. ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. വട്ടിയോ? പലിശ. മിസ്റ്റർ ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ, ശാന്തം പാപം. സാർ, ഞാൻ ഈ പണം ബാങ്കിലിടാത്ത എന്താണെന്നറിയോ? ബാങ്കിലിട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേറ്റ് പലിശ. ബ്ലഡി പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനിയൊരു വിഷയം. ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട. ഞാൻ റിസപ്ഷനിൽ പറയാം. അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ. റിസ്ക് എടുക്കണ്ട. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് സാർ. എന്നെ റിസ്ക്? അതെല്ലാം ചൊന്നാൽ സാറിന് പുതിയ സാർ ചെല്ലു, കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും വലിയ തിരക്കുണ്ട്. ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാർ, വീട്ടിലെ ഫോൺ നമ്പർ? ഓ സോറി. താങ്ക് യു സാർ. ബൈ ബൈ. ഓ 43982997. ഓട്ടോ പിന്നാലെ പോട്ടെ. വേഗം വിട്, വേഗം വിട്. വിട്. ശീഘ്രം പോ. മാറ് മാറ്. വരുന്നു. വിട് വിട് വിട്. ശീഘ്രം പോ. വേഗം പോ. പോന്നേക്കെ. சீக்கிரம் போங்கய்யா. എവിടെ? ഓട്ടോ എവിടെ? எனக்கு தெரியாது சார். അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? தெரியாது சார். துட்டு கொடுங்க. ഫുഡ് എത്രയാ? 100 രൂപ. ഓ അത്രേ ഉള്ളൂ അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ട്? ഇല്ല സാർ. ഓ ഇല്ല. എന്നാ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ. അവിടെ ചെന്നിട്ട് ഞാനിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ വരാം. യോ യോ നില്ലിയ പോലീസ്.